ഒരു മറൈൻ സയന്റിസ്റ്റ് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ഒരു വലിയ ടാങ്ക് സജ്ജീകരിച്ചു. എന്നിട്ട് കടലിൽ നിന്നും ഒരു വലിയ സ്രാവിനെ പിടിച്ച് ഈ ടാങ്കിൽ നിക്ഷേപിച്ചു. സ്രാവിന് തീറ്റയായി ചെറു മത്സ്യങ്ങളെയും അതിൽ നിക്ഷേപിച്ചു. സ്രാവ് വളരെ അഗ്രസീവായി കൊണ്ട് തന്നെ ഈ ചെറു മത്സ്യങ്ങളെ ആക്രമിക്കുകയും അതിനെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അവർ ഈ വലിയ ടാങ്കിനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ രണ്ടായി വേർതിരിച്ചു. ഒരു പകുതിയിൽ ഈ സ്രാവിനെയും മറ്റേ പകുതിയിൽ ഈ സ്രാവിന് നേരത്തെ തീറ്റയായി കൊടുത്തിരുന്ന തരത്തിലുള്ള മത്സ്യങ്ങളെയും അങ്ങനെ ഇട്ടുകൊടുത്തു. സ്രാവ് വളരെ അഗ്രസീവായി തൻ്റെ ഭക്ഷണമായ ചെറുമത്സ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയും എന്നാൽ ഈ ഫൈബർ ഗ്ലാസിൽ തട്ടിത്തെറിച്ചുകൊണ്ട് അത് പിന്നോട്ട് മറിയുകയും ചെയ്തു. പക്ഷേ സ്രാവ് നിരന്തരമായി തൻ്റെ തീറ്റയ്ക്കായി പോരാടാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ഫൈബർ ഗ്ലാസ് അവിടെ ഉള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ സ്രാവിന് സാധിച്ചില്ല. അവസാനം ഈ ശ്രമം അങ്ങനെ തുടർന്ന് സ്രാവ് ക്ഷീണിച്ചു. പിന്നെ സ്രാവിൻ്റെ ശ്രമത്തിൻ്റെ ശക്തി കുറഞ്ഞു. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കും. വീണ്ടും ആ മത്സ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി സ്രാവ് ശ്രമം തുടരും. അങ്ങനെ ഈ പരീക്ഷണം 2-3 ആഴ്ചകൾ തുടർന്നു. ഒരു ദിവസം തന്നെ 10-12 തവണ ഈ ശ്രമം അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അപ്പുറത്തെ പാതയിൽ ചെറുമത്സ്യങ്ങൾ അങ്ങനെ നീന്തി തുടിക്കുമ്പോഴും ഇഷ്ടാനുസരണം അവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും നേരത്തെ അഗ്രസീവായിരുന്ന, നേരത്തെ ഇതിന് തൻ്റെ ഭക്ഷണമായി കണ്ട് അതിനെ ഭക്ഷിക്കാൻ തുനിഞ്ഞിരുന്ന ഈ സ്രാവ് പിന്നീട് ശ്രമമേ നടത്താതെയായി. അപ്പോൾ ഈ മറൈൻ സയന്റിസ്റ്റ് ഈ ടാങ്കിൽ താൻ നേരത്തെ ഫിറ്റ് ചെയ്ത ആ ഫൈബർ ഗ്ലാസ് എടുത്തു മാറ്റുകയും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അപ്പോഴും ഈ സ്രാവ് മറ്റേ പാതിയുടെ വശത്തുണ്ടായിരുന്ന മീനുകളെ പിടിക്കാനോ അതിനെ ആക്രമിക്കാനോ ശ്രമിച്ചില്ല. ഇതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തപ്പോഴാണ് മനഃശാസ്ത്ര വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന ആശയമായ കണ്ടീഷൻ ചെയ്യപ്പെടുക എന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്രാവ് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. സ്രാവിൻ്റെ മനസ്സിലെപ്പോഴും അപ്പുറത്തേക്ക് തനിക്ക് കടക്കാൻ കഴിയില്ല എന്ന, അവിടെ ഒരു ഫൈബർ ബാരിക്കേഡ് ഉണ്ട് എന്ന്, ആ ഫൈബർ ഗ്ലാസിന്റെ ബാരിക്കേഡ് ഭേദിച്ച് തനിക്ക് അപ്പുറത്ത് കടക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തൻ്റെ പല പരിശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ തന്നെ കൊണ്ടതിന് കഴിയില്ല, അങ്ങോട്ട് കടക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന ഒരു തരത്തിലുള്ള കണ്ടീഷനിങ് ആണ് ആ സ്രാവിന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള തനിക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്ന ഒരു വിശ്വാസം ആ സ്രാവിലുള്ളത് കൊണ്ട് തന്നെ സ്രാവ് പിന്നീട് അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചില്ല. തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുള്ള ഒന്നിനു വേണ്ടി താനെന്തിന് പരിശ്രമിക്കണം എന്നായിരിക്കാം ഒരുപക്ഷെ ആ സ്രാവ് ചിന്തിച്ചത്. നമ്മൾ മനുഷ്യരും ഇങ്ങനെയാണ്. പലപ്പോഴും നാം കണ്ടീഷൻ ചെയ്യപ്പെടും. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ രക്ഷിതാക്കളോ നമ്മുടെ വളർത്തിയ ആളുകളോ നമ്മുടെ ചുറ്റുപാടുകളോ നാം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 1-2 തവണ അത് പരാജയപ്പെടുമ്പോൾ നമുക്ക് പറഞ്ഞു തരുമെന്ന്, ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അതൊക്കെ പ്രത്യേക കഴിവുകളുള്ള പ്രത്യേക തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പണിയാണ് എന്ന്. അത് സാമ്പത്തിക കാര്യത്തിലാകാം, നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാകാം, അല്ല എങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഒന്നിനെ അച്ചീവ് ചെയ്യാൻ, അതിനെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാകാം. അങ്ങനെ എല്ലാ ശ്രമം നടത്തുമ്പോഴും നമ്മുടെ മക്കളോട് പലപ്പോഴായി നാം പറയാറുള്ളത്, അതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല, അത് പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അല്ല എങ്കിൽ അത്തരം ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നാം അവരെ നിരുത്സാഹപ്പെടുത്തും. സതുദ്ദേശപരമായി നാം പറയുന്ന ആ കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്, എനിക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ. അതുപോലെ നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ജോലിക്കാര്യത്തിലായാലും നമ്മുടെ മറ്റു ഉയർച്ചകളിലായാലും നാം ഒരു പക്വതയെത്തുന്ന പ്രായത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിന് 1-2 തവണ പരിശ്രമിക്കുകയും ചെയ്യും. ആ പരിശ്രമിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടാൽ
ആ പരാജയം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും, എനിക്ക് ഇതിനൊന്നും കഴിയില്ല, എനിക്കിതൊന്നും സാധ്യമല്ല എന്ന്. ആ ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നാം അങ്ങനെ തന്നെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. പിന്നീട് നാം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും, അല്ല എങ്കിൽ നാം ആഗ്രഹിക്കുന്ന, നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു തവണ പരാജയപ്പെട്ടാൽ പോലും നമുക്ക് ആ പരാജയത്തെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം പോലും നടത്താനുള്ള മാനസികാവസ്ഥ നമുക്ക് ലഭിക്കില്ല. നമ്മളൊരു പ്രത്യേക കാര്യം ആഗ്രഹിക്കുകയും എന്നാൽ ആ കാര്യം തനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുകയും അതിന് ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിലാകട്ടെ, നമ്മുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് നാം നേടിയെടുത്തതാകട്ടെ, ഇത്തരം നെഗറ്റീവ് ബിലീവ് സിസ്റ്റംസുകളെ നമ്മൾ മാറ്റിയെടുത്തേ അതിന് നല്ല രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. നല്ല പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് എന്ന അറിവ് പോലും അത്തരം ചിന്തകളെ മാറ്റിയെടുക്കാനുള്ള ഒരു മരുന്നാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ നാം ഒരു വിഷയത്തിൽ പിറകോട്ട് നിന്നു, അല്ല എങ്കിൽ നാം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നാം അത് നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല. വീണ്ടും പരിശ്രമിക്കുക. അങ്ങനെ പലതവണ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക, ഞാനെന്ത് മണ്ടനായിരുന്നു, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിശ്വസിച്ച് ഞാൻ മാറ്റിവെച്ച കാര്യമാണ് ഒന്നോ രണ്ടോ തവണ പരിശ്രമിച്ചപ്പോഴേക്കും എനിക്ക് കരഗതമാക്കാൻ കഴിഞ്ഞത് എന്ന്. അതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മനസ്സിലാക്കി അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ചിന്തകളുമായി, പോസിറ്റീവ് അഫർമേഷനുകളുമായി റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും, ഞാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ എനിക്ക് കഴിയും, അത് നേടിയെടുത്തു കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന രീതിയിൽ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം മാറി മറിയുമെന്നത് ഉറപ്പാണ്.